അങ്ങ് മാത്രമാണ് നല്ലവനും ജീവന്റെ ഉറവിടം. അതിനാൽ അങ്ങേ തിരുമുമ്പിൽ നിലകൊള്ളുന്ന അനേകം മാലാഖവൃന്ദം രാവും പകലും അങ്ങയെ പരിചരിക്കുകയും അങ്ങയെ മുഖത്തിന്റെ മഹത്വം ധ്യാനിച്ചുകൊണ്ട് അഭിരാമം അങ്ങയെ വാഴ്ത്തുകയും ചെയ്തു. അവരോടൊത്ത് ഞങ്ങളും ആകാശത്തിന് കീഴിലുള്ള സകല സൃഷ്ടികളും അങ്ങേ നാമം ഉച്ചസ്വരത്തിൽ പ്രകീർത്തിച്ചുകൊണ്ട് ആഹ്ലാദവും താഴ്മയോടെ ഒന്ന് ചേർന്ന് ആരംഭിക്കുന്നു. ഞങ്ങളെ പ്രഘോഷിക്കുന്നു. എന്നാൽ അങ്ങ് മഹോന്നതനും ജ്ഞാനത്തിലും സ്നേഹത്തിലും അങ്ങേ സകല കലവേലകളും രൂപപ്പെടുത്തിയവരുമാണ്. സൃഷ്ടാവായ അങ്ങേ മാത്രം ശുശ്രൂഷിച്ചുകൊണ്ട് എല്ലാ സൃഷ്ടികളെയും നിയന്ത്രിക്കുവാനായി മനുഷ്യരെ അങ്ങേ ഛായയിൽ രൂപപ്പെടുത്തുകയും സർവ്വലോകത്തെയും അവന്റെ സംരക്ഷണത്തിന് ഫലമേൽപ്പിക്കുകയും ചെയ്തു. അനുസരണക്കേട് മൂലം അങ്ങേ മയത്തിൽ അവൻ നഷ്ടപ്പെടുത്തിയപ്പോൾ അവനെ മരണത്തിന്റെ പിടിയിലേക്ക് അന്ന് വിട്ടുകൊടുത്തില്ല. പ്രത്യുത അങ്ങേ അന്വേഷിച്ച് കണ്ടെത്തുവാനായി അന്ന് കരുതലോടെ എല്ലാവരെയും സഹായിക്കുവാൻ വന്നു. മാത്രമല്ല അന്ന് പലവട്ടം മനുഷ്യരുമായി ഉടമ്പടികൾ ചെയ്യുകയും രക്ഷ പ്രതീക്ഷിക്കുവാൻ പ്രവാചകന്മാർ വഴി അന്ന് അവരെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്തു. ഇപ്രകാരം പരിശുദ്ധരായ പിതാവേ, അങ്ങേ ഏകജാതനെ കാലത്തിന്റെ തികവിൽ ഞങ്ങൾക്ക് രക്ഷകരായി അയക്കുവാൻ തക്കവണ്ണം അങ്ങ് ലോകത്തെ അത്രയേറെ സ്നേഹിച്ചു. അവിടുന്ന് പരിശുദ്ധാത്മാവാൽ ശരീരം ധരിച്ച് കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പാപമൊഴികെ എല്ലാ വിധത്തിലും ഞങ്ങളുടെ മനുഷ്യ സ്വഭാവത്തിൽ പങ്കുചേർന്നു. പാവപ്പെട്ടവർക്ക് രക്ഷയുടെയും തടവുകാർക്ക് മോചനത്തിന്റെയും സന്തപ്ത ഹൃദയർക്ക് സന്തോഷത്തിന്റെയും സുവിശേഷം അവിടുന്ന് പ്രഘോഷിച്ചു. അങ്ങേ പദ്ധതി പൂർത്തീകരിക്കുവാൻ അവിടുന്ന് സ്വയം മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തുകയും മരണം സംഹരിക്കുകയും ജീവൻ പുനരുദ്ധരിക്കുകയും ചെയ്തു. ഞങ്ങളെ ഒരിക്കലും ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കാതിരിക്കുവാനും ഞങ്ങൾക്കായി മരിക്കുകയും ഉയർത്തുകയും ചെയ്ത അവിടത്തേക്ക് വേണ്ടി ജീവിക്കുവാനുമായി പിതാവെ, വിശ്വസിക്കുന്നവർക്കായി ആദ്യ ഫലമെന്നോണം അങ്ങിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നു. ആത്മാവാകട്ടെ ഈ ലോകത്തിൽ അവിടുത്തെ പ്രവൃത്തി മുഴുവനാക്കുകയും
ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അന്ന് വഴി അവിടുന്ന് മഹത്വപ്പെടാനിരുന്ന സമയം സമാധാനമായപ്പോൾ അവിടുന്ന് തനിക്ക് സ്വന്തമായി ലോകത്തിൽ ഉണ്ടായിരുന്നവരെ സ്നേഹിക്കുകയും അവസാനം വരെ സ്നേഹിക്കുകയും ചെയ്തു. അവർ താഴെ കഴിക്കവേ അവിടുന്ന് അപ്പമെടുത്ത് ആശീർവദിക്കുകയും മുറിക്കുകയും തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുകയും ചെയ്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. മുന്തിരിയുടെ ഫലം നിറഞ്ഞ പാനപാത്രം എടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിക്കുകയും തന്റെ ശിഷ്യന്മാർക്ക് നൽകുകയും ചെയ്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ മരണവും പാതാളത്തിലേക്കുള്ള അവിടുത്തെ അപരമണവും അനുസ്മരിക്കുന്നു. അവിടുത്തെ ഉത്ഥാനവും വലതുഭാഗത്തേക്കുള്ള ആരോഹണവും പ്രഖ്യാപിക്കുകയും അവിടുത്തെ മഹത്വപൂർണമായ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേക്ക് സ്വീകാര്യവും സമസ്ത ലോകത്തിനും രക്ഷാകരവുമായ ബലിയായി അവിടുത്തെ ശരീരവും രക്തവും ഞങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങേ സഭയ്ക്ക് വേണ്ടി അങ്ങ് തന്നെ ഒരുക്കിയ ബലി തൃക്കൺ പാർക്കുകയും ഒരേ അപ്പത്തിലും ഒരേ പാനപാത്രത്തിലും പ്രമുഖരാകുന്ന സകലരെയും കനിഞ്ഞനുഗ്രഹിക്കുകയും ചെയ്യണം. ഇങ്ങനെ പരിശുദ്ധാത്മാവാൽ ഒരു ശരീരമായി ഒന്നിപ്പിക്കപ്പെട്ട അവർ അങ്ങേ മഹത്വത്തിന്റെ സ്തുതിക്കായി ക്രിസ്തുവിൽ ഒരു സജീവ ബലിയായി പരിണമിക്കുമാറാകട്ടെ. അതിനാൽ കർത്താവേ, ആർക്കെല്ലാം വേണ്ടി
അങ്ങേ തേടുന്ന എല്ലാവരെയും ഓർക്കണമേ. മാത്രമല്ല ക്രിസ്തുവിന്റെ സമാധാനത്തിൽ മരണമടഞ്ഞവരെയും പരേതരായ സകലരെയും അങ്ങ് ഓർക്കണമേ. അവരുടെ വിശ്വാസം അങ്ങ് മാത്രം അറിയുന്നല്ലോ. കരുണയായ പിതാവേ, അങ്ങേ രാജ്യത്തിൽ അങ്ങേ മക്കളായ ഞങ്ങളേവരെയും ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകമാറിയതോടും ആ കന്യകയുടെ ഭർത്താവായ വാക്യപ്പെട്ട യോസേഫിനോടും അങ്ങേ അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ മധ്യസ്ഥരായ വിശുദ്ധ അമ്മ ത്രേസ്യ, കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ, വിശുദ്ധ കൊച്ചു ത്രേസ്യ, വിശുദ്ധ അന്തോണീസ്, ത്രിത്വത്തിന്റെ വിശുദ്ധ എലിസബത്ത്, വിശുദ്ധ പാദ്രിയും വിശുദ്ധ ജോൺ മരിയ വിയാനി എന്നിവരോടും അങ്ങേ സകല വിശുദ്ധരോടും ചേർന്ന് സ്വർഗീയ അവകാശം കൈവരിക്കുവാൻ പ്രാപ്തരാക്കുമാറാകണമേ. അവിടെ പാപത്തിന്റെയും മരണത്തിന്റെയും ജീർണതയിൽ നിന്ന് മോചനം നേടി സകല സൃഷ്ടികളോടുമൊത്ത് ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിനെ അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുമാറാകട്ടെ. എന്തെന്നാൽ അവിടുന്ന് വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായ ദിവ്യോപദേശത്താൽ രൂപവത്തരായ നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുകളെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കന്നിപ്പാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെ പൂർണ്ണം പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത അങ്ങേ തിരുവുള്ള അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു.